ഹലോ ഗൈസ്. ഇന്ന് രാവിലെ 5 മണിക്ക്, 5 അല്ല 4 മണിക്ക് എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി നേരെ കളി കാണായിരുന്നു. 5 മണിക്ക് കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ. ഐ മീൻ, ഞാൻ ഒരിക്കലും അത് മോശം കളിയാന്ന് പറയില്ല. ഇറ്റ് വാസ് എ വെരി ഇന്റൻസ്, ഭയങ്കര ഹൈ ഇന്റൻസിറ്റി ഉള്ള ഗെയിം ആയിരുന്നു. പക്ഷേ കൊളംബിയയുടെ ഇന്റന്റ് ഭയങ്കരമായിരുന്നു. ഐ മീൻ, എനിക്ക് തോന്നുന്നു 24 അറ്റംപ്റ്റ്സ് ഇൻ ഗോൾ ഇൻ ടാർഗറ്റ് അവർ ചെയ്തു. അതിലെത്രയോ 6 അല്ല, 6, 7 എണ്ണം കറക്റ്റ് ടാർഗറ്റിലായിരുന്നു. ഡീഗോ കോസ്റ്റ ഉണ്ടായിട്ട് മാത്രം ഒന്നും ഗോൾ കേറിയിട്ടില്ല. പോർച്ചുഗൽ ഇതൊരു മസ്റ്റ് വിൻ മാച്ച് ആയിരുന്നു. പോർച്ചുഗലിന്റെ ഐ മീൻ, ലോകത്തുള്ള എല്ലാവർക്കും പോർച്ചുഗല് ജയിക്കണം. ജയിച്ചില്ലെങ്കിൽ പാടാണെന്നറിയാം. ഐ മീൻ, ഇനി അങ്ങാട്ട് ക്വാർട്ടർ ഫൈനലിൽ പോകാൻ നേരത്ത് അല്ലെങ്കിൽ റൗണ്ട് ഓഫ് 32 എന്ന് പറയുന്നത് പോർച്ചുഗലിന് അത്ര പാടാണ്. അങ്ങോട്ട് ഈസി അല്ല. മനസ്സിലായില്ലേ? ഇത് ഫസ്റ്റ് അടിച്ചെങ്കിൽ ഇപ്പോ അടുത്ത ഗാന, അടുത്ത യുഎസ് അങ്ങനെ പോയാനെ ഈസി ആയിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോവായിരുന്നു. ഇതിപ്പോ ആരൊക്കെയാ ഉള്ളേ? ക്രൊയേഷ്യ, ആഹ് എനിക്ക് തോന്നുന്നു ഇനി ബെൽജിയം വരുന്നുണ്ട്, സ്പെയിൻ, ഫ്രാൻസ്. നമ്മൾ വേറെ ബ്രാക്കറ്റിലോട്ട് ആയി. ഇനി ഭയങ്കര പാടാണ്. ആ, ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ CR7 ലാസ്റ്റ് വേൾഡ് കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഇന്റന്റ് കാണിക്കുന്നതിൽ എന്ത് ചെയ്യാനാ? ഞാനൊരു കടുത്ത ഫാനാണ് CR7. അയാള് വേൾഡ് കപ്പ് അടിക്കണമെന്നാണ്, അല്ലെങ്കിൽ പോർച്ചുഗൽ വേൾഡ് കപ്പ് അടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഏറ്റവും ബെസ്റ്റ് ടീം തന്നെ ഇപ്പൊ അവരുടെ കയ്യിലുണ്ട്. ആ കപ്പടിക്കാനുള്ള എല്ലാ വകുപ്പുള്ള ടീംസ് ഉണ്ട്. ഫെർണാണ്ടസ് ആയാലും മിഡ്ഫീൽഡേഴ്സ് ആയാലും എല്ലാവരും, ഡിഫൻസ് ആയാലും ഡയാസൊക്കെ ആയാലും ഗ്രേറ്റ് പ്ലേയേഴ്സ്. ഇപ്പം പണ്ടത്തെ പോലെ ക്രിസ്ത്യാനോ ഒറ്റയ്ക്കല്ല. ദേ ഹാവ് എ ഗ്രേറ്റ് ടീം. മാത്രമല്ല, ക്രിസ്ത്യാനോ ഉസ്ബെക്കിസ്ഥാനില്, ഞാൻ പറഞ്ഞില്ലേ, ഉസ്ബെക്കിസ്ഥാന് നമ്മൾ ജയിക്കുമ്പോൾ ഒരിക്കലും അത് വച്ചിട്ട് ഈ ഒരു പോർച്ചുഗൽ ടീമിനെ വിലയിരുത്തരുത്. നമ്മൾ ഡെലൂഷണൽ ആവരുത്. ഐ മീൻ, ഉസ്ബെക്കിസ്ഥാനുമായിട്ട് ഓക്കെ 5 ഗോൾസ് ഓക്കെ. ഇതെനിക്കൊന്ന് കോങ്കോ 3-1 തോപ്പിച്ചു തോന്നുന്നു. കോങ്കോ ഉസ്ബെക്കിസ്ഥാനെ തോപ്പിച്ചു തോന്നുന്നു. പക്ഷെ അത് കാരണം ഡെലൂഷൻ ആവരുത്. ഇങ്ങനെ ഒരു സയന്റിഫിക് അല്ലെങ്കിൽ ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ട് കളിക്കുന്ന ഒരു കൊളംബിയൻ ടീം, എനിക്കൊന്ന് കൊളംബിയൻ ടീം അങ്ങനെ കളിച്ചില്ലെന്ന് തോന്നുന്നു. എന്നിട്ടും അവർ ഭയങ്കര ഇന്റൻസിറ്റി ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ സൂപ്പറായിട്ട് കളിക്കുന്ന ടീമാണ് അവരുടെ. പക്ഷെ എന്നിട്ട് പോലും കൊളംബിയക്ക് സമനില മതിയായിരുന്നു. ഫസ്റ്റ് ആയിട്ട് പോകാനായിട്ട്. പക്ഷെ എന്നിട്ടും പോർച്ചുഗൽ ആ ഇന്റന്റ് കാണിച്ചില്ല. പോർച്ചുഗൽ എപ്പോഴും നെഗറ്റീവ് ഗെയിം കളിക്കുന്നത് എന്തിനാണ്? എപ്പോഴും എന്തിനാണ് ഒരു സ്ലോ ഫുട്ബോൾ കളിക്കുന്നത്? മറ്റേ ടീം, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ്, നമ്മുടെ കളിയിലെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന രണ്ടുപേരും തുല്യമായിട്ട് അപ്പുറത്തും ഇങ്ങോട്ടും അടിച്ച് കളിക്കുകയായിരുന്നു. പക്ഷെ കൂടുതൽ കൊളംബിയൻ ടാർഗറ്റിലായിരുന്നു. കൊളംബിയ ആണ് കൂടുതൽ ടാർഗറ്റിലോട്ട് ബോൾ അടിച്ചിരുന്നത്. പോർച്ചുഗലിന്റെ ഡിഫൻസ് പറയാതിരിക്കാൻ വയ്യ. ഡിഫൻസ് ആൻഡ് ഗോളി ഡിയാഗോ കോസ്റ്റ, ഇവരാണ് സേവ് ചെയ്തത് പോർച്ചുഗലിനെ, വേറെ ആരുമല്ല. പോർച്ചുഗലിന്റെ മിഡിന്റെ പ്രോഗ്രഷൻ ഇല്ല. മിഡ് പാസ് കളിക്കുന്നല്ലാതെ ഒരു സ്പേസ് ഓപ്പൺ അപ്പ് ആക്കുന്നില്ല. എനിക്കൊന്ന് ആകെ നമ്മുടെ ജോ ഫിലിക്സ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഓടി കളിച്ചതും ഗോൾ അറ്റംപ്റ്റ് ചെയ്തതും. ക്രിസ്ത്യാനോ, ഐ മീൻ, എനിക്ക് തോന്നുന്നില്ല പുള്ളി അവിടെ സ്ലോ ആക്കുന്നുണ്ട്. അതൊരു ഫാക്റ്റ് ആണ്. അത് നമുക്ക് ഇത്ര ഫാൻ ആണെങ്കിലും അവിടെ ആ ഒരു പോയിന്റിൽ പുള്ളി ഒരു എഫേർട്ട് എടുക്കുന്നില്ല. പുള്ളി ഒന്ന് ഡ്രിബിൾ ചെയ്യുന്നില്ല. ഐ മീൻ, പ്രായത്തിന്റെ ആണ്. പക്ഷെ എന്നാലും പുള്ളിക്ക് ആ ഒരു എഫേർട്ട് എടുക്കാൻ വയ്യ. ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റുന്നില്ല. പുള്ളി ബാൾ കിട്ടുന്നു, പാസ് ചെയ്യുന്നു. പിന്നെ കുറച്ച് ബോളുകൾ പുള്ളി ലൂസ് ചെയ്യുന്നുമുണ്ട്. നമ്മുടെ കഴിയുന്ന മറ്റുള്ള കൊടുക്കുന്നുമുണ്ട്. സോ ആ ഒരു ഇന്റന്റ് കാണാൻ കഴിയുന്നില്ല പോർച്ചുഗലിന്റെ ഭാഗത്ത് നിന്ന്. സോ ഇങ്ങനെ പോയാൽ ഇനി വേൾഡ് കപ്പ് കപ്പടിക്കും, ഫൈനലിൽ കയറും എന്നൊരു പ്രതീക്ഷ ഒന്നും എനിക്കില്ല ഇപ്പൊ കാണുമ്പോൾ. പക്ഷെ എന്നാലും ഞാൻ പറയും, ഫാന്റാസ്റ്റിക്. ഈ ഒരു ഗെയിം നല്ലതായിരുന്നു. പക്ഷെ പോർച്ചുഗലിന്റെ ഭാഗത്ത് നിന്ന് ഇതിലൂടെ ഫാസ്റ്റ് ഫുട്ബോൾ പ്രതീക്ഷിക്കുന്നു. ഇതിലൂടെ ഫാസ്റ്റ് ആവണം. എനിക്കൊന്ന് കോച്ചിന്റെ തന്ത്രങ്ങൾ പാളുന്നുണ്ടോ? കോച്ച്, ഇവര് തോറ്റ് കഴിഞ്ഞിട്ട് ഇവർക്ക് ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ് തോന്നുന്നില്ലേ? ഐ മീൻ, ബാക്കി എല്ലാവർക്കും തോന്നുന്നുണ്ട് അത്. കാരണം ഇനി അങ്ങോട്ടുള്ള വഴി ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഗ്രൂപ്പിൽ ഫസ്റ്റ് ആയിട്ട് കയറി കഴിഞ്ഞാല് കുറച്ചും കൂടെ ഈസി ആയാനെ. കുറച്ചും കൂടെ ഒരു പാത്ത്, ഞാൻ പറയില്ല എല്ലാ ടീമിനെ നമ്മൾ കുറച്ച് കാണുന്നില്ല. ടീമിനെ കുറച്ച് കാണുന്നല്ല ചെയ്യുന്നത്. പക്ഷെ എന്നാലും പ്രോബബ്ലി ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈസി ആണ്. പക്ഷെ എന്നിട്ട് ആ ഒരു ഇമ്പോർട്ടൻസ് ഇവർക്ക് മനസ്സിലാവുന്നില്ലേ? അത് വേറെ എന്തെങ്കിലും ടാക്ടിക് ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ബെൽജിയം പോലുള്ള ടീമിനെ, ഈ സ്പെയിനൊക്കെ ഇപ്പം കത്തിയിരിക്കുകയാണ്. സ്പെയിൻ പോലുള്ള ടീമിനെയൊക്കെ
ഫ്രാൻസ് ഏത് ടീമിനെ നേരിടാൻ പറ്റിയ ശക്തി നമുക്ക് പോർച്ചുഗലിനില്ല. പോർച്ചുഗൽ ഇസ് എനിക്ക് തോന്നുന്നു തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അല്ലെങ്കില് ക്രിസ്ത്യാനോ ഒരു ബാധ്യതയാണോ? ക്രിസ്ത്യാനോ ഒരു ഡിക്റ്റേറ്റർ പോകുന്ന ഒരു ക്രിസ്ത്യാനോയെ നമ്മള് ഉൾക്കൊള്ളിക്കാതെ കളിക്കാൻ പറ്റില്ല എന്നൊരു നിഗമനം ടീം എടുത്തിട്ടുണ്ടോ? ഐ ഡോണ്ട് നോ. ബട്ട് ഇറ്റ്സ് ഫെയിലിങ്. പോർച്ചുഗൽ ഈസ് ഇങ്ങനെ കളിച്ചാൽ പോരാ. ഇങ്ങനെ കളിച്ചാല് പോർച്ചുഗൽ കപ്പെടുക്കാൻ പോകുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ഗോൾ കീപ്പർ ഡിസേർവ്സ് ഓൾ ദി ക്ലാപ്സ്, ഓൾ ദി അപ്ലാസസ് ആൻഡ് ദി ഡിഫൻസ്. റോബർട്ട് ഡയസ് ആ ഒരു ഗോളിൽ നമ്മളെ ഹെഡ് വെച്ച് സേവ് ചെയ്ത ആ ഒരു അറ്റംപ്റ്റ് പോസിബിൾ. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഓഫ് സൈഡ് ഒരു ടോല് ഇത്തിരി ഒരു തള്ളുകല്ല് മാത്രം അങ്ങോട്ട് പോയതിനാണ് ഓഫ് സൈഡ് വിളിച്ചത് കൊളംബിയ. ഇല്ലെങ്കിൽ ഗോളായിരുന്നു. പക്ഷേ വാറൊന്നുമില്ലാത്ത സമയത്താണെങ്കിൽ എന്തായാലും ഗോളായേനെ അത്. ഹാ, അങ്ങനെ രക്ഷപ്പെട്ടു. ഈ കളി മാറ്റിയിട്ട് രക്ഷപ്പെടത്തില്ല ഗൈസ്. കോച്ചിട്ട് തോക്കും. നമ്മൾ എത്ര പറഞ്ഞ ഫാൻസ് ആയാലും ക്രിസ്ത്യാനോയുടെ ഫാൻസ് ആയാലും എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റില്ല. നടക്കില്ല. യാ, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ കളിച്ചാൽ മതിയായിരുന്നു. പ്രതീക്ഷിക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഫിംഗേഴ്സ് ക്രോസ്ഡ്.